അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമായ അമേരിക്കയിൽ 63% ആളുകൾക്കും അതിന് താല്പര്യം ഉണ്ടായിട്ട് കൂടി എന്തുകൊണ്ടാണ് അമേരിക്ക പോലുള്ള ഒരു സ്റ്റേറ്റിൽ ഇത്തരം മാറ്റങ്ങൾ വരാഞ്ഞത് എന്നൊരു ചോദ്യമുണ്ട്. ഇതിനെക്കുറിച്ച് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനം നടന്നിരുന്നു. ഈ ഗ്രാഫിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് പോപ്പുലാരിറ്റിയാണ്. ഇനി വൈ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ലിഹുഡാണ്, അഥവാ ഇത് കോൺഗ്രസ് നിയമമാക്കാനുള്ള സാധ്യതയാണ്. ഐഡിയൽ ലോകത്ത് എന്തായിരിക്കും നടക്കുക? 100% ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതെന്തായാലും കോൺഗ്രസ് പാസ്സാക്കും. ഇതാണ് ആക്ച്വലി അവിടുത്തെ അവസ്ഥ. നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗവൺമെൻറ് അത് ബില്ലാക്കുന്നതിന് അത് വലിയ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആവുന്നില്ല. ഈ പച്ച ലൈൻ എന്ന് പറയുന്നത് അമേരിക്കയിലെ താഴെത്തട്ട് നിൽക്കുന്ന 90% ജനവിഭാഗത്തിൻ്റെ അവസ്ഥയാണ്. പ്രത്യേകമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന റിച്ചായിട്ടുള്ള 10% ആളുകളുടെ താല്പര്യവും ആ താല്പര്യത്തിനനുസരിച്ച് ഗവൺമെൻറ് അത് ബില്ലാക്കുന്ന സാധ്യതയും ഇതേ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. റിച്ചായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ താല്പര്യം വരും തോറും അത് ബില്ലാകാനുള്ള സാധ്യതയും കൂടുന്നുണ്ട്. ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? ഈ അമേരിക്കൻ ജനാധിപത്യം എന്ന് പറയുന്നത് 90% വരുന്ന അടിസ്ഥാന ജോലികൾ ചെയ്യുന്ന ജനവിഭാഗത്തിന് വേണ്ടിയല്ല സെർവ് ചെയ്യുന്നത്, മറിച്ച് ഈ 10% റിച്ചായിട്ടുള്ള ഇലൈറ്റുകൾക്ക് വേണ്ടിയാണ് സെർവ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഇന്നത്തെ അവസ്ഥ.